മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചതിൽ വിവാദം കൊഴുക്കുന്നു. തീരുമാനത്തിൽ കോൺഗ്രസിനുള്ളിലും അതൃപ്തിയുണ്ടെന്നാണ് സൂചന. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഭരിക്കുന്നവരുടെ തീരുമാനമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിയമനത്തിൽ CPIM-ഉം BJP-യും വിമർശനം കടുപ്പിച്ചു. വിവാദങ്ങൾക്കിടെ രത്തൻ യു ഖേൽക്കർ സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുത്തു. ബംഗാളിൽ BJP അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറിയും SIR നിരീക്ഷകനായിരുന്ന ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവുമാക്കിയതിനെതിരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിച്ചിരുന്നു. ഈ വിമർശനമുയർത്തിയാണ് രത്തൻ യു ഖേൽക്കറുടെ നിയമനം CPIM-ഉം BJP-യും ചർച്ചയാക്കുന്നത്. ഇതിനിടെ KC വേണുഗോപാലിന്റെ മുനവെച്ചുള്ള പ്രതികരണം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്. അത് ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കും. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിയമനത്തിൽ കോൺഗ്രസിനകത്തു തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 10,000-കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവാണ് യഥാർത്ഥത്തിൽ ഖേൽക്കർ. അദ്ദേഹത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപമാണ് കേരളത്തിലുടനീളം. കോൺഗ്രസിന്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ കൃത്യമായിട്ട് ശക്തിയായ രീതിയിൽ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറാവുന്നില്ല. ബംഗാളിൽ അവർ എതിർത്തത് ഭരണപക്ഷം എന്ന രീതിയിലല്ല ഉള്ളവരല്ല, പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ, അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ. SIR-ലൂടെ UDF-നെ അധികാരത്തിലെത്തിച്ചത് രത്തൻ യു ഖേൽക്കർ എന്നും നിയമനം ദുരൂഹമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസറെ ഡെപ്യൂട്ടേഷൻ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് നിയമിച്ചത് ദുരൂഹമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറിന്റെ പുതിയ സ്ഥാനം കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിനാണോ എന്ന് V മുരളീധരൻ MLA. രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ മുൻ കമ്മീഷണറായിട്ടുള്ള ശ്രീ രത്തൻ ഖേൽക്കറെ നിയമിക്കാനെടുത്ത തീരുമാനം തെരഞ്ഞെടുപ്പ് തിരിമറി നടത്താൻ കോൺഗ്രസിന് സഹായകരമായിട്ടുള്ള നിലപാടെടുത്തതിനാണോ? പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ ചുമതല ഏറ്റെടുത്തത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.